ഇവിടെ മണലിന്റെ സംഭരണം, വിതരണം, അതിനുവേണ്ടി ഒരു ക്രമീകരണം ഉണ്ടാക്കണം. ആ നടപടിക്രമങ്ങളിൽ നിൽക്കുകയാണ്. അന്യസംസ്ഥാനത്ത് മണൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലാ കളക്ടർമാരോട് കർണാടക, തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കേരളത്തിൽ വിൽക്കുന്ന മണൽ നിശ്ചിത വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. കർണാടക സംസ്ഥാനവും തമിഴ്നാട് സംസ്ഥാനവുമായിട്ട് സംസാരിച്ച് ഒരു ഗവൺമെൻറ് അറേഞ്ച്മെൻറ്റിൽ കേരളത്തിലെ ഇപ്പോഴത്തെ രൂക്ഷമായ മണൽക്ഷാമം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കണ്ടെയ്നറിൽ മണൽ കൊണ്ടുവരുന്ന ഒരു പഴയ സംവിധാനം അത് തുടങ്ങുകയും പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്തതാണ്. അതിനകത്തെ ന്യൂനതകൾ പരിശോധിച്ച് അത് പരിഹരിച്ച് അതുകൂടി തൃപ്തികരമായി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പരിഹാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശം വന്നു കഴിയും. പണ്ടുണ്ടായിരുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം പിന്നീട് വേണ്ട വിധത്തിൽ മുന്നോട്ട് പോയില്ല. അത് പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ, നമുക്ക് കേരള സാഹചര്യത്തിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതിനെക്കുറിച്ച് പരിശോധിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ നമ്മളെ ബാധിക്കുന്ന ഭൂപ്രശ്നമാണ്. ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സത്വരമായ ഒരു നടപടി ഗവൺമെൻറ് എടുക്കുന്നത്.